ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുകയാണ് ഇന്ന്. അതിൻ്റെ ഭാഗമായിട്ട് കൊട്ടുപള്ളിക്കാട് ആരിങ്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര അങ്കണത്തിൽ നിന്ന് ഒരു വിളംബര ഘോഷയാത്രയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഈ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഈ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി രശ്മി അനിൽകുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇന്നു മുതൽ മെയ് 31 വരെയുള്ള ദിവസങ്ങളിലായി നമ്മളുടെ ഈ പരിപാടികൾ വിപുലമായി തന്നെ ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. സാധാരണക്കാരായ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു പ്രദേശത്ത് 100 വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ ഈ ഒരു സഹകരണ സംഘം സ്ഥാപിതമാവുകയും ഇന്നിപ്പോൾ എല്ലാവർക്കും താങ്ങും തണലുമാവുന്ന വിധത്തിൽ ഈ സംഘം വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ ശതാബ്ദി ആഘോഷങ്ങൾ ഏറ്റവും ഗംഭീരമായി തന്നെ നമുക്ക് കൊണ്ടാടേണ്ടതുണ്ട്. അതിലെല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഇന്നത്തെ ഈ വിളംബര ജാഥയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കും. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഘോഷയാത്ര ഇന്ന് വഴി കടന്നു വരികയാണ്. പതാക ഉയർന്നതോടുകൂടി ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. 19-ാം തീയതി വൈകിട്ട് 4 മണിക്ക് കേരളത്തിന്റെ നേർ അവറുകൾ ശതാബ്ദി ആഘോഷ പരിപാടി അഭ്യർത്ഥിക്കുകയാണ്.
എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിന് 100 വർഷം പൂർത്തിയായ ദിവസമാണ്. ഇത് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണിന്ന്. അതിനു മുന്നോടിയായി പതാക ഉയർത്തുന്നതിന് നമ്മുടെ ബാങ്ക് പ്രസിഡന്റ് ശ്രീ എൻ എസ് ഹരിദാസ് ക്ഷണിച്ചു കൊടുക്കുന്നു. മാന്യ സുഹൃത്തുക്കളെ, സഹകാരികളെ, നാട്ടുകാരെ, 1925 ഫെബ്രുവരി 16-ാം തീയതിയാണ് നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നേക്ക് 100 വർഷം തികയുകയാണ്. അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വിളംബര ഘോഷയാത്രയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പതാക ഉയർത്തൽ ചടങ്ങോടുകൂടി ഈ ഒരു മെയ് 31 വരെ നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം 2025 19-ാം തീയതി ബുധനാഴ്ച 4 മണിക്ക് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കുന്നതാണ് എന്ന് കൂടി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇതോടൊപ്പം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ തുടക്കം കുറിക്കുന്ന ഇന്നു മുതൽ ഇത് അവസാനിക്കുന്നത് വരെ എല്ലാവരുടെയും സഹകരണം സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ പതാക ഉയർത്തുകയാണ്.